മഴ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ കൃഷി നോക്കാൻ പോയിട്ടില്ല. കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പിടിച്ചൊക്കെ വന്നു. പക്ഷേ ശക്തമായ മഴയിൽ വീടിന് ചുറ്റും വെള്ളമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഇന്നിപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതേതാണ്ട വേപ്പ് കണ്ട, എന്നെ വേപ്പ് നിൽക്കുന്ന കണ്ട, ഇഷ്ടംപോലെ കരിവേപ്പുണ്ട്. എനിക്ക് ആവശ്യത്തിന് കരിവേപ്പുണ്ട്. കണ്ടോ, നിറയെ പുല്ല് പിടിച്ചു. പൂമ്പാറ്റകളൊക്കെ പറന്ന് നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. തുമ്പിയുണ്ട്, ഓണത്തുമ്പി. കണ്ടോ ഓണത്തുമ്പി. കപ്പയൊക്കെ ഇത്രയും വലുതായിട്ടുണ്ടായിരുന്നു. കണ്ടോ കപ്പ നിൽക്കണ. കുറച്ചേ ഉള്ളൂ, ഇത്രയും നട്ടതാ. വലുതായിട്ടുണ്ട്. കപ്പ ഉണ്ടായിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. കണ്ടിത് ഞാൻ പ്ലാവ് ചക്കയുടെ കുരു കൊണ്ടൊന്ന് മുളപ്പിച്ചതാണ്. നല്ല ഇനം പ്ലാവാണ്. എല്ലാം മധുരമുള്ള ചക്കയായിരുന്നത്. ഇത് കണ്ട, അതൊക്കെ മുളച്ച് വെക്കേണ്ടത്. കപ്പ നിൽക്കുന്നുണ്ട്, അറിയില്ല. ഇതിലേ മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. വാഴ മറിഞ്ഞ് കിടക്കണം. ആകെ എല്ലാം പോയി. മഴ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു. നിറച്ച് പുല്ലത് കണ്ട. ഇനി വെയിലായിട്ട് വേണം ഇതൊക്കെ കളയണമെങ്കിൽ. അതല്ല നീറ്റാക്കി ഇട്ടതാണ്. ഒരു ബട്ടർഫ്ലൈ വന്നു. വീട്ടിൽ താമസക്കാരുണ്ട്, 2 പേര് മാത്രമേ ഉള്ളൂ. കാണാനില്ല, അവർ ജോലിക്ക് പോയോന്നറിയില്ല. കണ്ടില്ലേ, ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാലം കുറേ. മണ്ണിട്ടപ്പോൾ നല്ല നീറ്റായി. അത് ഞങ്ങൾ ഈ ചുമന്ന മണ്ണ് ഇതായിട്ടായിരുന്നത്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ മഴ പെയ്യുമ്പോൾ ആകെ കലങ്ങി മറിഞ്ഞ് ചുമന്ന് പോയി. അപ്പം ഇതായതേ വെള്ള മണ്ണ്. അപ്പം അങ്ങനെയില്ല. പക്ഷെ പുല്ല് പിടിച്ചേക്കണുണ്ട്, ഭയങ്കര പുല്ല്, കാട് പോലെ ആയേക്കാം. നല്ല വെയിൽ തെളിഞ്ഞിട്ട് വേണം ആളെ നിർത്തി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്. വേപ്പില നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ട, വേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. ആര് ചോദിച്ചാലും കൊടുക്കും. വേപ്പില ഇഷ്ടം പോലെ ഉണ്ട് എനിക്കിവിടെ. ആത്തമരം കായിട്ട് പൂവിട്ട് തുടങ്ങണുള്ളൂ. അപ്പോൾ ആ കപ്പയൊന്ന് പറിച്ച് നോക്കിയാൽ അറിയാം. ചിലപ്പോൾ വലുതായിട്ടുണ്ട്, അറിയില്ല. ആവാറായിട്ടുണ്ടോയെന്ന് അറിയാം, നോക്കണം.